ഹൂ കെയേഴ്സിൽ നിന്ന് ജയിൽ കെയറിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ വളർച്ചയും ഇപ്പോൾ തളർച്ചയും ഇങ്ങനെ സംഗ്രഹിക്കാം. ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ചുറ്റിലും ഉയർന്ന ലൈംഗിക ആരോപണങ്ങളോടും അതുന്നയിച്ച പെൺകുട്ടികളോടും പുച്ഛമായിരുന്നു രാഹുലിന്. അതാണ് ഹൂ കെയേഴ്സ് എന്ന പ്രതികരണം. പക്ഷേ ജയിൽ കെയറിനെ കുറിച്ച് രാഹുലിന് പേടിയുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന യുവതിയുടെ പരാതി വന്നപ്പോൾ ഒളിവിൽ പോയത് അതുകൊണ്ടാണ്. മുട്ടാവുന്ന വാതിലുകളിലൊക്കെ മുട്ടിയ ശേഷം ഒടുവിൽ അറസ്റ്റിൽ നിന്ന് താൽക്കാലികമായെങ്കിലും പരിരക്ഷ നേടിയതിനു ശേഷമാണ് രാഹുൽ പൊങ്ങിയത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിന്റെ ചിലർ വഴി ആ സംസ്ഥാനത്ത് ഒളിവിൽ കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒടുവിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലാണ് പൊതുരംഗത്ത് വീണ്ടും വരുന്നത്. പക്ഷേ ഏറ്റവും പുതിയ പരാതിയിൽ ജയിലിലാകുമ്പോൾ അറസ്റ്റ് എന്നത് അനിവാര്യതയായിരുന്നുവെന്ന് രാഹുൽ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. MLA എന്ന നിലയിലുള്ള സുഖസൗകര്യങ്ങളിൽ വിരാജിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിലെ 26/2026 നമ്പർ ജയിൽ പുള്ളിയാണ്. MLA എങ്കിലും ജയിലിൽ പ്രത്യേക പരിഗണനയില്ല. സെൽ നമ്പർ 3 ഒറ്റയ്ക്ക് തറയിൽ കഴിയുന്നു. സെല്ലിൽ സഹതടവുകാരില്ല. അത്താഴത്തിന് ചപ്പാത്തിയും രസവും, പ്രഭാത ഭക്ഷണം ഉപ്പുമാവും കടലക്കറിയും. രാഷ്ട്രീയ വഴികളിൽ അഴിക്കുള്ളിൽ കഴിഞ്ഞിട്ടുള്ള രാഹുലിന് ഇത് പക്ഷേ പുത്തൻ അനുഭവമാണ്. പാർട്ടി പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജയിലിൽ കിടന്നപ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കളും പാർട്ടി ഏർപ്പെടുത്തിയ അഭിഭാഷകരും ഒപ്പമുണ്ടായിരുന്നു. KSU മാർച്ചുകൾ നടത്തി അറസ്റ്റിലായും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെന്ന നിലയിലൊക്കെയും ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവും വരില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് പാർട്ടി കട്ടയ്ക്ക് കൂടെയുണ്ടായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. പാർട്ടി കൈവിട്ടു. സ്പീക്കർ അയോഗ്യതാ നടപടിക്ക് ഒരുങ്ങുന്നു. അങ്ങനെയെങ്കിൽ MLA എന്ന വാലിന്റെ ഗുണവും തീർത്തും ഇല്ലാതാകും. തനിക്ക് താൻ മാത്രം എന്ന അവസ്ഥ. രാഷ്ട്രീയ ഗോവണിയിലേക്ക് ഓടിക്കയറിയ രാഹുലിന്റെ പതനം അതിലും വേഗത്തിലാണ്. രാഷ്ട്രീയമായി ഇനി തിരികെ വരാൻ കഴിയാത്ത വിധത്തിൽ ഹാബിച്വൽ ഒഫൻഡർ എന്ന വിളിപ്പേരുമായി പീഡന കേസിൽ പ്രതിയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കഴിയുന്നത്. മാവേലിക്കര ജയിലിലെ അന്തേവാസിയായത് കാവ്യനീതിയോ രാഹുലിന്റെ ചെയ്തികളുടെ ഫലത്തിന്റെ പ്രതീകമോ? മുൻപുയർന്ന പീഡന പരാതികളിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ട രാഹുലിനെ പൂങ്കുഴലിലും സംഘവും ഇത്തവണ വിദഗ്ധമായാണ് പൂട്ടിയത്. വിദേശത്തുള്ള യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റിലായി ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിൽ മാങ്കൂട്ടത്തിൽ കഴിയുന്നത്. ഒരുപക്ഷെ ജാമ്യം കിട്ടി വേഗം പുറത്തു വന്നേക്കാം. അതുവരെ നിലത്ത് പായ വിരിച്ച് കിടന്നുറങ്ങണം. ഡോക്ടർമാർ ആവശ്യപ്പെട്ടാൽ കട്ടിലും മറ്റ് സൗകര്യങ്ങളും നൽകിയേക്കും. സാധാരണ അറസ്റ്റ് ചെയ്ത ആളെ ആദ്യം ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ജയിലിലേക്ക് മാറ്റുകയാണ് പതിവ്. എന്നാൽ ആശുപത്രിയിൽ രാഹുലിനെതിരെ പ്രതിഷേധം ഉണ്ടായേക്കുമെന്ന് കണ്ട് ഡോക്ടർമാരെ ജയിലിലേക്ക് വിളിച്ചു വരുത്തിയാണ് പരിശോധന നടത്തിയത്. റിമാൻഡിലായെങ്കിലും രാഹുലിന്റെ വെല്ലുവിളിക്ക് കുറവുണ്ടായിരുന്നില്ല. ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെല്ലുവിളി പോലും നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തെളിവുകൾ ഉണ്ടെന്ന് രാഹുൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായാണ് വാർത്തകൾ. മാങ്കൂട്ടത്തിലിനെ കാണാൻ ഇന്ന് ചില കോൺഗ്രസ് പ്രവർത്തകർ ജയിലിൽ എത്തിയെങ്കിലും അവരെ കാണാൻ മാങ്കൂട്ടം വിസമ്മതിച്ചു. വീടിന് സമീപത്തുള്ള ചില കോൺഗ്രസ് പ്രവർത്തകരാണ് ജയിലിലെത്തിയത്. പൂർണ്ണമായും ജയിൽ അധികൃതരോട് മാങ്കൂട്ടം സഹകരിക്കുന്നുണ്ട് എങ്കിലും തന്നെ ആര് കാണാൻ വന്നാലും കടത്തി വിടേണ്ട എന്നാണ് ജയിൽ അധികൃതരോട് മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത്. വിദേശത്തുള്ള പത്തനംതിട്ട സ്വദേശിനിയുടെ ബലാത്സംഗ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായത്. മുൻപ് രാഹുലിനെതിരെ ഉയർന്ന പരാതികൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നിയമപരമായ നടപടികളിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികൾ തേടാൻ രാഹുലിന് സമയവും ലഭിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷകളിലൂടെയും അറസ്റ്റ് തടയാനുള്ള അപേക്ഷകളിലൂടെയും ഒളിവ് ജീവിതത്തിലൂടെയും ഇതുവരെയുള്ള എല്ലാ കേസുകളിലും രാഹുൽ രക്ഷപ്പെട്ടു നിന്നു. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ പരാതി പുറം ലോകം അറിഞ്ഞില്ല. പരാതി പുറത്തറിയാതിരിക്കാനും രാഹുൽ ഒളിവിൽ പോകാതിരിക്കാനും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാതിരിക്കാനും പോലീസ് അതീവ ജാഗ്രത പുലർത്തി. യുവതി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. ശബ്ദശകലങ്ങളടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും കൈമാറി. പരാതിക്കാരി അയച്ച വൈകാരികമായ ശബ്ദ സന്ദേശം മുഖ്യമന്ത്രി കേട്ടതോടെയാണ് DGPക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത്. രാഹുൽ പുറത്തു നിൽക്കുന്നത് തന്റെ കുടുംബത്തിന് ഭീഷണിയാണ് എന്നും അറസ്റ്റ് വൈകുന്നതിൽ വലിയ ആശങ്കയുണ്ട് എന്നും സന്ദേശത്തിൽ പരാതിക്കാരി പറഞ്ഞിരുന്നു. വിദേശത്ത് നിന്ന് എത്തിയ ശേഷം 164 മൊഴി രേഖപ്പെടുത്തിയാൽ മതി അറസ്റ്റ് എന്ന പോലീസിന്റെ മുൻ തീരുമാനമാണ് ഇതോടെ മാറിയത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ DGP കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് അറസ്റ്റ് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്. പിന്നെ അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെയായിരുന്നു രാഹുലിനെ അർദ്ധരാത്രി തന്നെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട്ടെ ഹോട്ടലിൽ പോലീസ് സംഘം എത്തിയപ്പോഴാണ് രാഹുൽ മൂന്നാമത്തെ കേസിനെ കുറിച്ച് പോലും അറിയുന്നത്. ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് അറസ്റ്റിന് വഴങ്ങി.
ദേഹോപദ്രവം, സാമ്പത്തിക ചൂഷണം, നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായ ലൈംഗികാക്രമണം നടത്തിയെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രാഹുൽ ക്രൂരമായ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കുകയും മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തുവെന്നാണ് മൊഴി. ശരീരത്തിൽ പലയിടത്തും മുറിവുണ്ടാക്കി. തന്റെ മാതാപിതാക്കളെയും സഹോദരിയെയും അപായപ്പെടുത്തുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നും മൊഴിയിൽ പറയുന്നു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ രാഹുൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു, സാമ്പത്തികമായി ചൂഷണം ചെയ്തു, വിവാഹം കഴിക്കാമെന്ന വ്യാജേന ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. കുഞ്ഞുണ്ടായാൽ വിവാഹം വളരെ വേഗത്തിൽ നടക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. നേരിൽ കാണാൻ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് റൂം ബുക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. റൂമിൽ എത്തിയ രാഹുൽ സംസാരിക്കാൻ പോലും നിൽക്കാതെ ശാരീരികമായി കടന്നാക്രമിക്കുകയായിരുന്നു. അതിക്രൂരമായ പീഡനമാണ് നേരിട്ടത് എന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. വിവാഹബന്ധത്തിൽ പ്രശ്നമുണ്ടായ ഘട്ടത്തിലാണ് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചത്. സാമൂഹിക മാധ്യമം വഴി ചാറ്റിംഗ് പതിവായി. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരിട്ട് കാണാമെന്ന് രാഹുൽ പറഞ്ഞു. പുറത്തു വെച്ച് കാണാമെന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും ഹോട്ടൽ മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഹോട്ടൽ മുറിയിൽ വെച്ചായിരുന്നു ക്രൂര പീഡനം. ഇതിനു പുറമെ സാമ്പത്തികമായും ചൂഷണം ചെയ്തുവെന്ന് യുവതി ആരോപിക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വില കൂടിയ വാച്ചും ചെരുപ്പും വസ്ത്രങ്ങളും വാങ്ങാൻ പണം ആവശ്യപ്പെട്ടു. ചെരുപ്പിന് 10,000 രൂപ വരെയാണ് നൽകിയത് എന്നും പരാതിയിൽ ആരോപിക്കുന്നു. അതിനിടെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുലും യുവതിയുമായുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നത് ചാറ്റിലുണ്ട്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുമെന്നാണ് ഭീഷണി. പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യൻ നോക്കേണ്ട, എന്തു ചെയ്താലും അതിന്റെ ബാക്കി താൻ ചെയ്യുമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതികൾ വന്നതിന് പിന്നാലെയാണ് ടെലഗ്രാം വഴി അതിന്റെ വിശദാംശങ്ങൾ യുവതി രാഹുലിനോട് ചോദിക്കുന്നത്. പാർട്ടിയിൽ തിരിച്ചെടുക്കുന്ന ദിവസം നേരിൽ കാണണമെന്ന് രാഹുൽ പറയുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ട് രാഹുൽ സൂപ്പർ ഹീറോ ആകേണ്ട എന്നാണ് യുവതിയുടെ പ്രതികരണം. താഴാവുന്നതിന്റെ മാക്സിമം താൻ താഴ്ന്നു, ക്ഷമിക്കാവുന്നതിന്റെ ലിമിറ്റൊക്കെ പണ്ടേ കഴിഞ്ഞതാണ് എന്നും യുവതി പറയുന്നു. അങ്ങനെ താൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ല എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ഞാൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. 1 മാസം മുന്നേ ആയിരുന്നു ഇതൊക്കെയെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യും. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷേ നീ താങ്ങില്ല. നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി നിന്റെ വീട്ടിൽ വരും, അല്ലാതെ ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട. എന്തു പറഞ്ഞാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ കേസ് കോർട്ടിൽ വരുമ്പോഴുള്ള അവസ്ഥ നിനക്കറിയാമല്ലോ. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആരെയാ പേടിപ്പിക്കുന്നേ? എല്ലാം തീർത്തു നിൽക്കുന്ന ഒരാളെ നീ പേടിപ്പിക്കുന്നു. നീ പ്രസ് മീറ്റ് നടത്ത് എന്നും രാഹുൽ ചാറ്റിൽ വെല്ലുവിളിക്കുന്നുണ്ട്. അറസ്റ്റിന് ശേഷം പത്തനംതിട്ട ഏറ ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചോദ്യം ചെയ്യലിൽ രാഹുൽ പരാതിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചിരിക്കുകയാണ്. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് യുവതിയുമായി ഉണ്ടായത് എന്നാണ് രാഹുൽ ആവർത്തിക്കുന്നത്. ഇതുവരെ രജിസ്റ്റർ ചെയ്ത 3 ബലാത്സംഗ കേസുകളിലും പരാതി പ്രകാരം രാഹുൽ അതിജീവിതമാരെ ചൂഷണം ചെയ്തത് ഒരേ രീതിയിലാണ്. ഒരേ രീതിയിൽ ഇവരുമായി അടുപ്പം സ്ഥാപിക്കുകയും കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നാണ് 3 പരാതികളിലും പറയുന്നത്. രണ്ടാമത്തെ കേസിലൊഴികെ ബാക്കി 2 കേസുകളിലും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന ആരോപണവും രാഹുലിനെതിരെയുണ്ട്. മുൻപുള്ള ബലാത്സംഗ കേസുകളിൽ കോടതികളിൽ നിന്ന് താൽക്കാലിക ആശ്വാസം നേടി പൊതുപരിപാടികളിലടക്കം വീണ്ടും സജീവമാകുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമത്തെ പരാതി എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം അപേക്ഷ നൽകുന്നുണ്ട്. രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും തെളിവെടുപ്പ് നടത്തണമെന്നുമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. പ്രതി സ്ഥിരം കുറ്റവാളിയാണ് എന്നും പുറത്തിറങ്ങിയാൽ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്താനും അപായപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതി MLA ആയതിനാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നും ഫോണിന്റെ ലോക്കടക്കം കൈമാറാൻ വിസമ്മതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകനും ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ പൂർണ്ണമായും വ്യാജമാണ് എന്നും തന്നെ അപകീർത്തിപ്പെടുത്താനും ജയിലിലടയ്ക്കാനുമുള്ള ദുരുദ്ദേശത്തോടെ കെട്ടിച്ചമച്ച പരാതിയാണ് ഇതെന്നുമാണ് രാഹുലിന്റെ വാദം. കോടതി നിഷ്കർഷിക്കുന്ന ഏതൊരു കർശന ഉപാധികളും പാലിക്കാൻ താൻ തയ്യാറാണ് എന്നും രാഹുൽ ഹർജിയിൽ പറയുന്നുണ്ട്.